രൂക്ഷമായ കടലാക്രമണത്താൽ റോഡ് തകർന്നതോടെ പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഉപ്പളയിലെ 60-ലേറെ തീരദേശ കുടുംബങ്ങൾ. ഈ മഴക്കാലത്താണ് ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച റോഡ് പൂർണ്ണമായും തകർന്നത്. പ്രദേശത്തെ കടലിനോട് ചേർന്നുള്ള വീടുകൾ ഏത് നിമിഷവും കടലെടുക്കുമെന്ന അവസ്ഥയിലാണ്. വർഷങ്ങളായി ബംഗ്ല, അയല, കടപ്പുറം സ്വദേശികൾ കടലാക്രമണ ഭീഷണിയിലാണ്. വീട്ടിൽ നിന്നും 100 മീറ്ററിലേറെ അകലെ ഉണ്ടായിരുന്ന കടൽ ഇപ്പോൾ വീട്ടുമുറ്റത്തെത്തി. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കാറ്റാടി മരങ്ങളും റോഡും താത്കാലിക കടൽ ഭിത്തിയുമെല്ലാം കടലെടുത്തു. ഉപ്പളയിൽ നിന്നും ഈ പ്രദേശത്തേക്കുണ്ടായിരുന്ന റോഡ് തകർന്നതോടെ മേഖലയിലെ 60ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഒറ്റപ്പെട്ട തന്നെ ആരും തിരിഞ്ഞോക്കില്ല. എന്തെങ്കിലും കയ്യത്തല ആയിപ്പോയെങ്കിൽ അസുഖം വന്നാൽ ഇല്ലെങ്കിൽ പ്രസവസ്ഥിതി വന്നാൽ എങ്ങനെ പ്രസവിക്കല്? ഇടന്ന് പ്രസവിക്കൂ. ആ റോഡ് ഒറ്റ തകർന്നിട്ട് പോയിന്. MLA കണ്ടു, MP കണ്ടു, എല്ലാവരും കണ്ടു. അവിടെ കണ്ടിട്ട് ഒരു പ്രയോജനമില്ല. മാറി 2 പാസ്സായി, പണ്ട് പാസ്സായി പറഞ്ഞാൽ ഇതുവരെ പണ്ട് പാസ്സായി ഏടല്ലോ മാറി കൊണ്ടുവന്നു. ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് റെയിൽവേ ലൈനുമായതിനാൽ വാഹന ഗതാഗതം പൂർണ്ണമായി നിശ്ചലമായിരിക്കുകയാണ്. പ്രായമായവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ഒരു അമ്മച്ചി വയ്യാതൊക്കെ എടുക്കുവാണ്. ഹോസ്പിറ്റലിൽ പോകാനുണ്ടെങ്കിൽ ഇവിടെ റോഡില്ല. ഇപ്പൊ അവര് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അതെ, കാസർഗോഡിൽ തന്നെ അവിടെ സ്റ്റേ ചെയ്യുവാണ്. അവിടെ തന്നെ വരാനുള്ള സൗകര്യം ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രോബ്ലംസ്. ഇപ്പോൾ ഇതൊക്കെ ആരോടാണ് പറയുന്നത്, ഏത് അധികാരിയോടാണ് പറയേണ്ടതെന്ന് നമുക്കറിയില്ല. നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. കഴിഞ്ഞ ദിവസമാണ് 2 വീടുകളുടെ അടുക്കള ഭാഗം ഉൾപ്പെടെ കടലെടുത്തത്. ദിവസത്തിന് മുമ്പ് ഇത് വീണോടാ. ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. വാടക ഇരിക്കാൻ സാധ്യമില്ല. എന്തെങ്കിലും വീടാക്കി തരണു ഞങ്ങൾ കേട്ടോളുന്നത്. വാടക എൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് സാധ്യമില്ല. ഞാൻ എന്നെ ഭംഗം വന്നിട്ട് ചത്തിട്ട് ഇതാക്കിയത്. ഇത്ര ഞങ്ങൾക്ക് ചേല് വേണമല്ലോ ഒരു വീട്. അങ്ങനെ ഞാൻ ആക്കിനത്. മക്കളെല്ലാം ചേർത്തുകൊണ്ട് തന്നെ അയാളെ മറിച്ചിട്ട് പോയി. അപ്പം ഞാൻ എന്നെ ആക്കിന്. ഞാൻ ജാഗ്രത ഞാനാക്കി. നേരത്തെ കടലിനോട് ചേർന്നുള്ള ഭാഗത്ത് കല്ലിട്ടതിലെ അശാസ്ത്രീയതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടുന്ന് പുളിമോട്ട് നിർമ്മിച്ചതല്ലാണ്ട് പുളിമോട്ട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ കൊടുപ്പയിൽ വരെ പുളിമോട്ട് നിർമ്മിക്കണം. കടലിൽ എവിടെയാണ് നിർത്തിയത് അവിടുന്ന് അതിൻ്റെ തെക്ക് ഭാഗമാണ് കടലിൻ്റെ ശക്തി കൂടുതൽ. അത് ആ പുളിമോട്ടും എല്ലായിടത്തും നിർമ്മിക്കുന്ന മാതിരിയല്ല ഇവിടെ നിർമ്മിച്ചത്. ഇത് അത്ര ദൂരം പോരാ. കോൺട്രാക്ടർക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പുളിമൂട്ട് എന്നും പറഞ്ഞിട്ട് ഇതാക്കിയാണ് കോൺട്രാക്ടർ. അത് കുറച്ച് ദൂരം വരെ പുളിമൂട്ട് നിർമ്മിക്കണം. എന്നാൽ മാത്രമേ കടലിൻ്റെ ശക്തി കുറയും. ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ നടപടിയെടുക്കാത്തതിനാൽ സ്വന്തമായി താൽക്കാലിക റോഡ് നിർമ്മിക്കാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാനുമാണ് പ്രദേശവാസികളുടെ തീരുമാനം. നിങ്ങളുടെ മെമ്പർക്കാർ ഈ നാട്ടിലേക്ക് വോട്ട് ചോദിക്കാൻ വന്നാൽ ഞങ്ങൾ ഇടില്ല വോട്ട്. ഈ നാട്ടിലേക്ക് വരുന്നേ വേണ്ട നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞ് ഞങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, സെപ്റ്റംബർ 20 ഞാൻ റോഡ് ചെയ്യും, പിന്നെ എനിക്ക് വോട്ട് ഇടണമെന്ന് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇടില്ല, നിങ്ങൾ നാട്ടിലേക്ക് വരുന്നേ വേണ്ട, ഞങ്ങൾ വോട്ട് ഇടുകയല്ലേ പറഞ്ഞത്. ആ ഒരു അവസ്ഥ. വീട് പോകുന്നത് സാർ, ഈ വീട് ഇപ്പോൾ പോകും. എന്തായാലും ഈ വീട് പോയി ഇപ്പോൾ നല്ല വേലിക്കാലം വന്ന ഈ വീട് പോകും. ഉദ്യോഗസ്ഥർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ പല വീടുകളും ഈ മഴക്കാലത്ത് തന്നെ കടലെടുക്കും. ന്യൂസ് മലയാളം, കാസർഗോഡ്.